ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ചിക്കൻ പൊരിച്ചത് ബാക്കി വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ്. നല്ലൊരു അടിപൊളി ചിക്കൻ ചില്ലിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 1.5 കപ്പ് ചിക്കൻ പൊരിച്ചത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ചിക്കൻ പൊരിച്ചത് ബാക്കി ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. ഒരു ചെറിയ സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഞാനൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് കുറച്ചും കൂടെ വേണം, അത് ഞാൻ ചേർത്ത് കൊടുക്കുമ്പോൾ പറയാം കേട്ടോ എത്രയാണെന്നുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാതും കൂടെ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ കട്ടൊന്നും ഇല്ലാണ്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കോൺഫ്ലവറൊക്കെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചില്ലി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളിൻ്റെ ഇഞ്ചിൻ്റെയൊക്കെ പച്ചമണക്കൊന്ന് മാറി ഒരു ഗോൾഡൻ കളർ ആവില്ലേ, ആ ടൈമിൽ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാളിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കനും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ടൈമിൽ ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സവാളയ്ക്കും അതുപോലെ തന്നെ ക്യാപ്സിക്കം അല്ലെങ്കിൽ അതിലേക്കൊക്കെ ഒരു നുള്ള് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് വിട്ടുപോയതാണ് കേട്ടോ. സവാളയും ക്യാപ്സിക്കവും കൂടുതൽ ടൈമൊന്നും വഴറ്റിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഇതുണ്ടല്ലോ, ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ കോൺഫ്ലവർ അതുപോലെ തന്നെ ടൊമാറ്റോ സോസും സോയാ സോസും മുളക് പൊടിയൊക്കെ മിക്സാക്കി വെച്ചത് അത് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. അപ്പോൾ അതാ ഈ ടൈമിൽ ഇതിൽ കുറച്ചും കൂടെ ടൊമാറ്റോ സോസിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ ഒരു 1 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുത്തേക്കാണ്. ചിക്കൻ ഇടുന്ന വീഡിയോ എടുക്കുന്ന ടൈമിൽ ക്യാമറ ഓഫായി പോയതാണ് കേട്ടോ, ഞാൻ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയതാണ്. എന്നിട്ട് ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കൂടെ സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, കാണാനും നല്ല മൊഞ്ചുണ്ട് കേട്ടോ. ചിക്കൻ പൊരിച്ചത് വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയല്ല ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ്. വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ ഈ അടിപൊളി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്